നാമത്തിന് മഹത്വം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് നമ്മളിന്ന് ഒരു അനുഭവ സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ്. എൻ്റെ മാതാവാണ് സാക്ഷ്യം പറയുന്നത്. അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചതായ അനേക പ്രതിസന്ധികൾ, ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, അത് ഒരു സാക്ഷ്യമായിട്ട് പ്രസ്താവിക്കണമെന്ന് അവരിങ്ങനെ താല്പര്യപ്പെട്ടു. എന്നോട് സംസാരിച്ചു. അതനുസരിച്ച് ഒരു വീഡിയോ ഇതിൽ ഞങ്ങൾ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് സംസാര രീതികളിൽ, വാക്കുകളിൽ, സംസ്കാര ഭാഷകളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഏകദേശം തിരുവനന്തപുരം ജില്ലയുടെ നെയ്യാറ്റിൻകര താലൂക്ക്, അതുപോലെ ഏകദേശം പാറശാലയുമായി ചേർന്ന് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ ആ ഒരു ലൊക്കാലിറ്റിയാണ് മാതാവിന് നല്ല പരിചയമുള്ളത്. അപ്പോൾ സംസാര ഭാഷയിൽ അങ്ങനെയുള്ള ചില വാക്കുകളൊക്കെ ഉണ്ടാകും. തീർച്ചയായും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ കാണുക, ഈ സാക്ഷ്യം കേൾക്കുക, ദൈവത്താലുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. ഒത്തിരി കഷ്ടതകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുപോയ പ്രിയ മാതാവിനെ ദൈവത്തെയും സഹായിച്ചു. അവരുടെ എല്ലാവിധമായ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥനയോടെ ഇതിൽ പങ്കാളികളാവുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു. അനുഭവ സാക്ഷ്യവും രക്ഷിക്കപ്പെടും മുമ്പ് അനുഭവിച്ചതും രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ളതും പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു പാട്ട് പാടാം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയ, മാറ്റമല്ലയോ ഭവിച്ചതെൻ ജീവിതം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയ, മാറ്റമല്ലയോ ഭവിച്ചതെൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തിൽ മാറ്റമില്ലാത്ത നിൻ്റെ കൃപയാ. മാറ്റിയല്ലോ എൻ ജീവിതത്തിൽ മാറ്റമില്ലാത്ത നിൻ്റെ കൃപയാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് തൽക്കാലം വിഷയങ്ങളുമായി കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നിരുന്നു. ഞാൻ രക്ഷിക്കപ്പെടും മുമ്പ് എങ്ങനെ ആയിരുന്നു, രക്ഷിക്കപ്പെട്ടതിന് ശേഷം എങ്ങനെ ആയിരുന്നു, ഈ വിഷയം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രക്ഷിക്കപ്പെടും മുമ്പ് ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എനിക്ക് ശാരീരികമായി വയ്യ. എന്നാൽ എനിക്കിപ്പം 65 വയസ്സായി. മാവളക്കടവ് സഭയിലാണ് പോണത്. ശാരീരികമായി അനുഭവം ഉണ്ടെങ്കിലും ഞാൻ അനുഭവിച്ചത് എനിക്ക് പറയാതിരിക്കാൻ ഒക്കില്ല. ഞാൻ എഴുതി വെച്ചൊന്നും പറയണമല്ല. എനിക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാ. മുമ്പ് 1 ക്ലാസ്സിൽ 2 ക്ലാസ്സിൽ എന്തേ പഠിച്ചിട്ടുള്ളൂ. എന്നും എനിക്ക് വായിക്കാനും എഴുതാൻ അറിഞ്ഞൂടാ. എന്നാലും ഒരു മാസം കൊണ്ട് എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഒരു ഭയങ്കര ഒരു എണ്ണം. ഞാൻ ഇങ്ങനെ സാക്ഷി പറയാതിരിക്കുന്നത് വെറും ഞാൻ ഇന്നതൊക്കെ അനുഭവിച്ചല്ലോ, ഇന്നതൊക്കെ ഞാൻ അവിടെ കൂടെയൊക്കെ കടന്നു പോയല്ലോ, എന്നാലിത് പറയാത്തത് എന്തുകൊണ്ട് എന്ന് മനസ്സിൻ്റെ അകത്ത്. ഞാൻ വീട്ടിലിരുന്ന് പിള്ളേരോടൊക്കെ പറയും ഒരു സാക്ഷ്യം പറയണമെന്ന്. കൊച്ചുമക്കൾ വീട്ടിൽ ഞാൻ പറയും, മക്കളെ പപ്പേരെ ഫോൺ വായിച്ച് എനിക്ക് വെച്ചാണേ ഒരു സാക്ഷ്യം പറയണം. അമ്മച്ചി എന്നാൽ ഇപ്പം പറയാമെന്ന് പറയാം. പിന്നെ ഇപ്പം പറഞ്ഞാൽ അതിൻ്റെ രസം പോയി, പിന്നെ പറയാം എന്ന് പറയും. അങ്ങനെയായിരുന്നു. ഇന്ന് ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി. ഞാൻ രക്ഷിക്കപ്പെടും മുമ്പ് എൻ്റെ അനുഭവം ഒരു തീച്ചുള പോലത്തെ ഒരു അനുഭവം തന്നെയായിരുന്നു. എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം കൊണ്ടുവരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും എൻ്റെ മനസ്സിൽ ചിന്തിച്ചതുപോലുമല്ല. എന്നാൽ എൻ്റെ കർത്താവ് എന്നെ കൊണ്ടുവന്നു. ഇത്രയും എന്നെ കൊണ്ടുവന്നു. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ചെറുപ്പത്ത് ഞാൻ എൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയും അപ്പനും പിന്നെ ഞങ്ങൾ 5 പെൺപിള്ളേരാണ്, 2 ആൺപിള്ളേർ. അങ്ങനെ 7 പേര്, 8 പേരുണ്ടായിരുന്നു. ഒരാൾ മരിച്ചു. 7 പേരൊന്നും ഉണ്ട്. അതിൽ ഇങ്ങനെ ആൾക്കാർ കൂടുതലായതുകൊണ്ട് എൻ്റെ അമ്മ എന്നെ കൊണ്ട് എൻ്റെ അമ്മച്ചിയുടെ വീട്ടിൽ വിട്ടു. ഞാൻ അവിടെ അവർ വളർത്തു. അവർ അങ്ങനെ ആയിരുന്നു. അപ്പോഴെൻ്റെ കുഞ്ഞമ്മ അമ്മേരാനിയെത്തി അവരും ഞാനും കൂടെ ആറ്റിൽ കുളിക്കാൻ പോയി. ഓലത്താഞ്ഞിട്ട് താഴ്വയത്തുള്ള ആറ്റിലാണ് കുളിക്കാൻ പോയി. കുഞ്ഞമ്മ കുറേ തുണിയൊക്കെ നനച്ച് കല്ലിൻ്റെ പുറത്ത് വെച്ചിട്ട് കുഞ്ഞമ്മ കുളിച്ച് എന്നെയും അങ്ങനെ കുളിക്കാൻ വിട്ട്. ഞാൻ എന്തരെ കുളിച്ച് അങ്ങ് ആഴത്തിൽ പോയി. വെള്ളം ഒരു ഓടുണ്ടായിരുന്നു. എനിക്ക് കാണാൻ അതൊരു രസമാണ്. ഞാൻ ചാടി അങ്ങ് ആഴത്തിൽ. എനിക്ക് നിലമില്ല, നിൽക്കാൻ ഒക്കില്ല. അങ്ങനെ അങ്ങ് പോയി വെള്ളം കുടിച്ച്
കുഞ്ഞമ്മ ദേഹം തേച്ചിട്ട് പിറകെ തെളിഞ്ഞ് നോക്കിയാക്കില്ല. എനിക്കപ്പോഴേ ശരിക്ക് തലമുടിയൊക്കെ ഉണ്ട്. ഈ തലമുടി ഇങ്ങനെ നിരന്നിരിക്കണാണ് കൊണ്ട് കുഞ്ഞമ്മ ഓടി അവിടെ എത്തിച്ചാടി ഈ തലമുടിയിലിട്ട് ചിറ്റി പിടിച്ച് എന്നെ കരയ്ക്കണച്ച് എടുത്ത് അവിടെ കല്ലിൻ്റെ പുറത്തൊക്കെ കിടത്തി. എനിക്കപ്പോഴങ്ങ് വയറുമൊക്കെ പെരുവി അങ്ങ് ഉത്തുപൂരം ശ്വാസമേ ഉള്ളൂ. ബാക്കി അങ്ങ് ഇതായിട്ട് തന്നെ നിന്ന് എന്നാലും അവിടെ കൊണ്ട് കല്ലിൻ്റെ പുറത്ത് കമത്തി കിടത്തി. പിന്നെ കുഞ്ഞമ്മ അവിടെ കിടന്ന് വിളിച്ച് വേറെ ആളുകളൊക്കെ വന്ന് എന്നെ തോളിലെടുത്തൊക്കെ ഇട്ട് തലകുത്തനെയൊക്കെ പിടിച്ച് എന്തരായാലും കുറേ വെള്ളം കഴിഞ്ഞ് പോയി. പിന്നെ അവിടെ അടുത്തൊരു ആശുപത്രി ഉണ്ട്. അവിടെ ആശുപത്രിയല്ല, ഈ നാട്ടുമരുന്ന് കൊടുക്കണം. അപ്പോഴൊക്കെ ആശുപത്രി എന്ന് പറയാനില്ല, നാട്ടുമരുന്ന് കൊടുക്കണം. അവിടെ കൊണ്ട് കാണിച്ച് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു മരുന്നൊക്കെ തന്നു വിട്ട്. കുറച്ച് ദിവസം കഴിയെ ഈ വാവ് വരുമ്പം എനിക്ക് ശ്വാസം മുട്ടലും ഈളുപ്പ് രോഗിയായിട്ട് ഞാൻ കിടക്കും. അങ്ങനെ ഇരുന്നാക്കിൽ ഇവർ ഈ ആറ്റിലൊക്കെ ഈ വാവ് വലിക്ക് വലിയിടുമല്ലോ, അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു. എന്ത് ചെയ്തിട്ട് ഞാൻ രോഗി തന്നെ അങ്ങനെയായിരുന്നു. അപ്പോഴൊക്കെ ഉള്ള മരുന്നുകളൊക്കെ തന്നു എടുത്തൊക്കെ. എന്നാലും ഒരു ചെറിയ ഗുളിക വല്ലതും തിന്നുമ്പോൾ അങ്ങ് കുറയും. അല്ലെങ്കിൽ ഒരാഴ്ച ആരെയും കാണുകയോ എടുക്കുകയോ ചെയ്യാതെ കഥവും പൊട്ടി വീട്ടിനകത്ത് കിടക്കും. വന്നൊക്കെ വിളിക്കും, വെള്ളം തരും, വെള്ളം ഇത്തുപോരൊക്കെ കുടിക്കും. ശരീരമൊക്കെ ഒന്ന് ഉണങ്ങി വരണ്ടങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ എനിക്ക് വ്യത്യാസം കുറയും. പിന്നെ വെളിയിലൊന്ന് വെയിൽ കാഞ്ഞും കുറേ വെയിലത്ത് കിടന്നും വെയിലത്തിരുന്നും ഒക്കെ സമയം കളഞ്ഞ് പിന്നെ എനിക്ക് സുഖമുണ്ട്. പിന്നെ ഒരാഴ്ച പിന്നെ ഇടയ്ക്ക് വന്നുവിടും പെട്ടെന്ന്. നിരൂപിച്ചിരിക്കാതെയാണ് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ ആ അവസ്ഥയിൽ രോഗത്തിലായിരുന്നു. അപ്പോഴേ ഞാൻ എൻ്റെ രണ്ടാമത്തതാണ്, പെണ്ണിൽ രണ്ടാമത്തത്. പിന്നെ എൻ്റെ അനിയത്തിമാർ 3 പേര് ഇരിക്കുകയല്ലേ. അപ്പോഴിങ്ങനെ കല്യാണ ആലോചനയൊക്കെ വരുമ്പം എനിക്ക് വയ്യാത്തതുകൊണ്ട് എൻ്റെ അത്ര മനസ്സ് വയ്ക്കില്ല. എന്നെ രോഗിയെ പിടിച്ച് കെട്ടിച്ചയക്കാന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയും. ഈ രോഗം ഇരിക്കവിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാം. വല്ലപ്പോഴല്ലേ രോഗമുള്ള വീട്ടിൽ ചുമ്മാ എല്ലാവരും കൂടെ കിടക്കണമെന്ന് എന്നുവെച്ചാൽ ഭക്ഷണവും ഇല്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ഞാൻ ഇപ്പോൾ അപ്പോഴൊക്കെ ഓല കെട്ടിയ വീടാണ്, അവിടെയൊക്കെ ഓല കച്ചവടമൊക്കെ ഉണ്ട്. ഓല കെട്ടിയ വീട്ടിന് പിന്നെ അങ്ങനെ ഇരിക്കില്ല. ഒരു ദിവസം ഒരു വീട്ടിൽ ഓല അവിടെ അങ്ങനെ കടന്നു പോയാക്കല്ലേ. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മച്ചിയുടെ വീട്ടിലാണ് പോയത്. അപ്പോഴേ ഭർത്താവിൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരും. പോയതെന്തിന് അവർക്ക് ഈ ഓല തൊഴു കെട്ടാനോ വിറവ് ഇങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിന് അവരുടെ വീട് നല്ല ഓടൊക്കെ ഇട്ട് വച്ചിരിക്കുന്നത്. അപ്പോഴങ്ങനെ ഇവർ എന്നെ വിളിക്കുമായിരുന്നു. ഞാൻ വിളിക്കുകയും ചെയ്യും. ഞാൻ അങ്ങ് പോവും. അവർക്ക് അവിടെയുള്ള 5 മടൽ ഓല മുടയും. ഒരു ദിവസം അത്രയൊക്കെ മുടയും, എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ അപ്പോഴും ചെറുപ്പമാണ്. 5 മടലൊക്കെ എന്ന് വെച്ചാൽ കൈ തുരിച്ചമല്ല ഒന്ന്, രണ്ടാമതെന്നെ അങ്ങനെ 5 മടൽ അല്ലെങ്കിൽ 10 മടലൊക്കെ മുടയും. മുടഞ്ഞ് 40 ഉണ്ടെങ്കിൽ 40 മുടഞ്ഞ് നിന്നിട്ട് പൈസ വാങ്ങിക്കുള്ളൂ. അങ്ങനെ മുടഞ്ഞിട്ട് പിന്നെ ഞാൻ അവരോട് എൻ്റെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നാ ചോദിക്കും. അപ്പോഴും ഞാൻ എൻ്റെ ഈ അവസ്ഥ എനിക്കറിയാമോ ഇങ്ങനെയാണെന്ന്. ഞാൻ വീട്ടിലുള്ളതും കാര്യങ്ങളെല്ലാം ഉള്ളതുപോലെ പറയുകയും ചെയ്യും. അവരെന്തെങ്കിലും ജോലി പറഞ്ഞാൽ അത് ചെയ്യും. ഇങ്ങനെ ആയിരുന്നു. അങ്ങനെ ആയിരുന്നാക്കിൽ ഒരു ദിവസം എൻ്റെ ഭർത്താവിൻ്റെ അമ്മ അവിടെ വന്നാക്കിൽ അവരിതുപോലെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞാൻ എല്ലാം ഉള്ളതുപോലെ അങ്ങ് പറയും. അപ്പോഴവർക്ക് ഇഷ്ടപ്പെട്ട് അവരമ്മയുമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ അങ്ങനെ അവരുടെ മോന് വേണ്ടി അങ്ങനെ സെലക്ട് ചെയ്ത് എന്തായാലും എൻ്റെ സഹോദരനും എൻ്റെ അപ്പനും കൂടെ അവരെ വീട് കാണാം. എൻ്റെ ഭർത്താവിനൊരു മാമയുണ്ട്. ആ മാമൻ ഇതുപോലെയൊക്കെ കാര്യം പറഞ്ഞിട്ട് കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ സഹോദരിയുടെ മോന് കെട്ടാൻ ചോദിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ വന്ന് അപ്പനെയും അണ്ണനെയൊക്കെ വന്ന് പറഞ്ഞ് അവരൊരു ദിവസം അങ്ങനെ ഇഞ്ഞു വന്നാക്കിൽ ഇവിടെ തെക്കത് ഒക്കെ ഉണ്ട്. തെക്കതൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ അപ്പനും എൻ്റെ സഹോദരനും ഇഷ്ടപ്പെട്ടത് ഞാൻ ഇങ്ങനെ രോഗിയായതുകൊണ്ട് ആ തെക്കനൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് അസുഖം കുറയുമെന്ന് പറഞ്ഞ് എന്നെ കല്യാണം കഴിച്ച് കൊടുത്ത് ഇവിടെ വന്നതിൻ്റെ അന്നും എനിക്ക് 2-3 ദിവസത്തേക്കുള്ള ഗുളിക എൻ്റെ കയ്യിൽ തന്നൊക്കെയാണ് എന്നെ പിറ്റേന്ന് രാവിലെ അങ്ങ് പോവുകയും ചെയ്ത്. അന്നൊരു ദിവസത്തേക്ക് ഗുളിക തന്നയച്ച് പിന്നെ ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് എൻ്റെ അപ്പം വന്ന് എന്നെ അങ്ങ് വിളിച്ചോണ്ട് പോയി. അങ്ങനെ കുറച്ച് ദിവസമായി ഇവിടെ ഒരു ചെറിയ വീടൊക്കെ വച്ചിരുന്നു. ആ വീട്ടിൽ താമസമൊക്കെ ആയി. അങ്ങനെ സ്വന്തത്തോടെ കഴിഞ്ഞ് അങ്ങനെ എനിക്ക് വെച്ചാൽ ഒരു ദിവസം എനിക്ക് എൻ്റെ കുഞ്ഞമ്മ കുടങ്ങാളയിലുണ്ട്. ഈ കുഞ്ഞമ്മ വീട്ടിൽ വിരുന്നിന് പോയി എൻ്റെ അന്ന് രാത്രി
വെള്ളപ്പൊക്കവും മഴയൊക്കെ വന്ന് വീട് പോയി. പിന്നെ ഇങ്ങോട്ട് വരാനും പാടില്ല, അങ്ങനെ ബുദ്ധിമുട്ടുന്നു. പിന്നെ എങ്ങനെയൊക്കെ വന്ന് എല്ലാവരുമൊക്കെ പള്ളിയിലെ മൂഞ്ഞോട്ടൊക്കെ താമസിച്ച് ഇവിടെ വീടില്ലായിരുന്നു. പിന്നെ ഒരു കൊച്ച് 2 മുറിയോടെ ഒരു വീട് പിന്നും വച്ചതിന് ശേഷം എന്നെ വിളിച്ചോണ്ട് വന്ന് ഇനി വന്നു. അങ്ങനെ ഇരിക്കോട്ട് എൻ്റെ മൂത്ത മോനെ എനിക്ക് കിട്ടി. അങ്ങനെ സന്തോഷത്തോടെ പിന്നെ ജീവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസമുട്ടലുകളിപ്പോൾ ഉണ്ടാവും, എന്നാലും അതിനെ ഗുളിക മരുന്ന് കഴിക്കും, അങ്ങ് സുഖമാകും. മൂത്ത മോനെ അതും ആശുപത്രിയിലൊന്നും പെയ്യാലും വീട്ടിൽ തന്നെ ദൈവം എല്ലാ ഭാഗ്യവും വീട്ടിൽ എനിക്ക് തന്ന ദൈവം എന്നെ സുഖത്തോടെ നടത്തി. ഇപ്പോഴൊക്കെയാണ് ഞാൻ ആശുപത്രി പോണത്. അപ്പോഴാശുപത്രിയിൽ അധികം പോകില്ല, അപ്പോൾ അവൻ ഇഷ്ടവുമില്ല. ഒന്നാമത് എനിക്ക് പേടി. ഇങ്ങനെ സുഖമായിട്ട് ദൈവം സുഖം തന്ന് സന്തോഷത്തോടെ കഴിഞ്ഞ് അങ്ങനെയായിരുന്നു. പിന്നും പ്രസവിച്ച് 10 ദിവസമായാലും പിന്നും എനിക്ക് ശ്വാസം മുട്ടില്ല. പിന്നും ഈ ഗുളിയൊക്കെ തന്നും അല്ലെങ്കിൽ വീടിൻ്റെ അകത്ത് കുറച്ച് ഒരാഴ്ചയൊക്കെ ഉണ്ടാകാതെ അവിടെ കഥവും മുട്ടി കിടക്കും. പിന്നെ എൻ്റെ അമ്മയാണ് ഇവിടെ വന്ന് നിൽക്കണം. അമ്മ വന്ന് എന്നെ വിളിച്ചുണർത്തി വെള്ളമൊക്കെ തരും, എന്നാലും നീ കുടിക്കാൻ വേണ്ട. അങ്ങനെ എൻ്റെ മൂത്ത മോനൊരു 3 വയസ്സായാൽ നമ്മളെപ്പോഴും റോമ പള്ളിയിലാണ് പോണത്. ഇങ്ങനെ പള്ളിയിൽ പള്ളിയിൽ ഈ ദുഃഖവള്ളിയുടെ തലേ ദിവസവും ദുഃഖവള്ളിയുടെ അന്ന് തന്നെ ഈ ആളുകൾ കുരിശുമൊക്കെ കൊണ്ട് ഘോഷയാത്ര പോകും. അങ്ങനെ പോയി നടന്നിട്ട് വന്നു. കുഴപ്പമൊന്നുമില്ലാതെ വന്നു. പിന്നെ പിറ്റന്നായാക്കൽ അവൻ എഴുതിക്കില്ല. എടുത്തുകൊണ്ട് വെളിയിൽ വിടണം. എടുത്തുകൊണ്ട് വിട്ടാലും കാലും പൊക്കി പിടിച്ചുകൊണ്ട് വിളിയോട് വിളി. അങ്ങനെ ആയാൽ എൻ്റെ അപ്പോഴും കാപ്പികളൊന്നുമില്ല വീട്ടിൽ, അങ്ങനെ കാപ്പികളൊന്നും കാണില്ല. അപ്പോഴിവന് വയ്യാത്തതുകൊണ്ട് ചെന്ന് 2 ദോശ വാങ്ങിച്ചോട്ടെന്ന് പറഞ്ഞു എൻ്റെ ആൾ കടയിൽ പോയി വാങ്ങിക്കാൻ. അപ്പോൾ വാങ്ങിച്ചിട്ട് വന്ന് പറയണം അവിടെ ഏതാ 3 പേർക്ക് ഇതുപോലെ നടക്കാതെ കിടക്കണം, അവരൊക്കെ കൊണ്ട് മെഡിക്കൽ പോയിരിക്കണം. ഞാൻ അപ്പോഴും പറഞ്ഞ് വേണ്ട, എനിക്ക് ഇവനെ മെഡിക്കൽ കൊണ്ടുവേണ്ട, ഇവന് ദൈവം സുഖം കൊടുക്കും, ഇവിടെ എവിടെയെങ്കിലും നാട്ടുമരുന്ന്. അപ്പോഴും രക്ഷിക്കപ്പെട്ടില്ല. നാട്ടുമരുന്ന് കൊടുത്താൽ മതി. അങ്ങനെയായിരുന്നു നാട്ടുമരുന്ന് കൊടുക്കാവുന്ന സരസായി വൈദ്യരുന്ന ഒരു വൈദ്യരുണ്ടായിരുന്നു. അങ്ങനെ മരിച്ചുപോയി. അവിടെ എൻ്റെ മൂത്ത മോനെ കൊണ്ട് കാണിച്ചില്ല. അപ്പോഴവന് 3 വയസ്സായി. കൊണ്ട് കാണിച്ചാക്കൽ പിന്നെ ഇങ്ങനെ അവർ കുറച്ച് മരുന്നൊക്കെ പറഞ്ഞ് അതെല്ലാം സ്വീകരിക്കുമെങ്കിൽ അവർ നോക്കാം, ഇല്ലെങ്കിൽ നിങ്ങളെവിടെയെങ്കിലും കൊണ്ടുപോയി. കുറേ മരുന്ന് പറഞ്ഞാക്കൽ പെട്ടെന്ന് കിട്ടാൻ മരുന്നല്ല. ഈ കരയിൽ കൂടെ ഉള്ള നണ്ട്, അതിന് 101 ഉയിരോടെ പിടിക്കണം. നണ്ടെന്ന് വെച്ചാൽ കൊച്ച് ചെറിയ നണ്ട്, അത് ജീവനത്തോടെ പിടിച്ച് കൊടുക്കണം. പിന്നെ 5 തേങ്ങ, കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയേ ചോദിച്ചുള്ളൂ. ബാക്കി മരുന്നൊക്കെ അങ്ങനെ ഇടാമെന്ന് പറഞ്ഞു. ഈ 100 നണ്ട് എവിടെ നിന്ന് പിടിക്കും? എന്തരായാലും എൻ്റെ ആൾ പിറ്റേന്ന് രാവിലെ ഇറങ്ങി തെളിച്ച് ഒരു കുടവും ഒരു നമ്മാട്ടിയും ഒക്കെ കൊണ്ടങ്ങ് പെയ്യ്. ഈ വയലിൻ്റെ കരയിൽ കൂടെ ചെറിയ വാഴി പോലെ കിടക്കും. അവിടെ വെട്ടി നോക്കുമ്പോൾ അവിടെ കാണും. അങ്ങനെ ഒരു 50 പിടിച്ചാക്കൽ ഒരിടത്ത് വെട്ടിയാക്കൽ ഒരു പാമ്പെത്തി ചാടി പേടിച്ച് നമ്മാട്ടി അവിടെ ഇട്ടിട്ട് ഓടിയിട്ട് ദൂരെ നിന്ന് ഒരു വഴുത എടുത്തോണ്ട് നീ നമ്മാട്ടിയെ വലിച്ചെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ വെട്ടിയിട്ട് തന്നെ 100 കൊണ്ട് തന്നെ വന്നു. അങ്ങനെ അതുകൊണ്ട് കൊടുത്ത് അന്ന് തന്നെ അത് കൊണ്ടു കൊടുത്തതിൻ്റെ അന്ന് തന്നെ 1 പൊടി തന്നു. ഇത് 6 ദിവസം കൊടുക്കണം. 6 ദിവസം പിന്നെ അവരിൽ ഇരുന്ന എണ്ണ എത്തുപൂരം തന്ന് ഇത് വിറ്റന്ന് തരാമെന്ന് പറഞ്ഞ് ദേഹത്തൊക്കെ ഇട്ടും കൊടുക്കണം. അതിൻ്റെ പഥ്യമുണ്ട്. വെള്ളം ഈ കരിഞ്ഞാലിയല്ല, കരിങ്ങക്കുടമാണ്, എന്തായിരുന്നാ പറയുമല്ലോ, കുടമുണ്ട്. അതിട്ട് കാച്ചി ആ വെള്ളം ഒരു പട്ട പോലത്തെ അല്ല കുടം പോലെ ഇരിക്കും. ഇത് ഇടിച്ച് പിടിച്ചിട്ട് കാച്ചി എൻ്റെ വെള്ളം കൊടുക്കാവും. പിന്നെ പഥ്യം ബാക്കി. അങ്ങനെ അവന് ആ മരുന്ന് കൊടുത്ത് സുഖമായി. എണ്ണയൊക്കെ ഇട്ട് അവർ പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് സുഖമായി. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞാൽ ഇവൻ ഒരു മുളം കമ്പൊക്കെ കൊടുത്ത് അതിലിടിച്ച് നടക്കും. അങ്ങനെ നടന്ന് അങ്ങനെ ഇപ്പം നല്ല സുഖമായി, നല്ല ഒരു മിടുക്കനായി. 2ാമതൊരു പയ്യനെ കിട്ടി. അതും പിന്നെ ദൈവത്തിൻ്റെ കൃപയാൽ സന്തോഷമായിരിക്കുന്നു. അവനും സുഖമുണ്ട്. അവന് ഒരുപാട് രോഗം അവന് ബാധിച്ചെന്ന് വെച്ചാൽ ഈ രക്ഷിക്കപ്പെടേണ്ട കാര്യം. അപ്പോഴിവിടെ ഇതിൻ്റെ ഇടയിൽ ഈ 2 പേരും ഉണ്ട്, 2 മക്കളും ഉണ്ട്. ബാക്കിയൊക്കെ ഞാൻ ഇവിടെയാണ്. 2 മക്കളും ഉണ്ട്. പിന്നെ ഈ 2 മക്കളും ഉള്ളപ്പം എനിക്ക് വയ്യ, ഞാൻ കിടക്കും.
അപ്പോൾ എൻ്റെ ആളാണ് ഇത്രയും പിള്ളേരെ തുണികൾ കഴുകണതോ വെള്ളം കോരണമൊക്കെ എന്നെക്കൊണ്ട് കഴിയില്ല, വയ്യ, ശ്വാസം മുട്ടലെന്ന് വെച്ചാൽ സാധാരണ ശ്വാസം മുട്ടലല്ല, ശ്വാസം അങ്ങ് ഒരു പെടയൽ പോലെ, ഒരു വെപ്രാളം പോലെയൊക്കെ ഇങ്ങനെ കിടന്ന് വിടാക്കും. അപ്പോഴും എൻ്റെ ആളിനോട് വിളിച്ച് പറയും, അവളെ പിടിച്ച് വീട്ടിൻ്റെ അകത്ത് എന്തിന് കിടത്തിയിരിക്കണത്, അങ്ങോട്ട് ജോലി ചെവീര് എന്നെക്കൊണ്ട് ഇവരൊന്നും പറയില്ല, ഉണ്ടാതിരിക്കും. ഒരു ദിവസം ആയാക്കൽ എനിക്കിത് ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ കേട്ടാക്കൽ ഈ എന്നെ പറയും പോലെ തന്നെയില്ല എൻ്റെ മക്കളെ പറയണത്. എനിക്ക് എന്നൊരു ഭയങ്കര ഒരു ഭയം, ഒരു പേടി, ഞാൻ ഇനി എന്തിനീ ലോകത്ത് ജീവിക്കണം. അപ്പോഴും എന്നെ പറയണം, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ വിട്ട് പോയാൽ എൻ്റെ മക്കളായിട്ട് അവരെന്ത് പാടുപെടുത്തും. ഞാൻ അതുകൊണ്ട് ഒരു ദിവസം എൻ്റെ ആൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി, എൻ്റെ ഇടയിൽ ഈ പിള്ളേരെയും കൊണ്ട് ഞാൻ ഇറങ്ങി വേറെ ഒന്നുമല്ല, ഇനി ഈ ലോകത്ത് ജീവിച്ചത് മതി. ഇനി അവരെയൊക്കെ വായിലിരിക്കും എന്നെ പറയും പോലെ എൻ്റെ മക്കളെ പറയും, അതുകൊണ്ട് ഇനി ജീവിച്ചത് മതി. ഇവർ രണ്ടുപേരും വെച്ച് കഥവും വയ്യ ചാരിയിട്ടിട്ട് എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ ഇറങ്ങി അങ്ങ് ഏകദേശം കുറച്ച് ദൂരം എത്തിയാക്കൽ ഒരാൾ പെട്ടെന്ന് പിള്ളേരെ പിടിച്ചിട്ട് നിങ്ങൾ എവിടെ പോകണം ഈ സന്ധ്യയ്ക്ക്? എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോകണം. എനിക്കത് അപ്പോഴങ്ങ് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോകണം. ഈ പിള്ളേർ ഒരുത്തൻ കരയണം, ഒരുത്തൻ്റെ കയ്യിൽ ഇത് പിടിച്ചിരിക്കും, അങ്ങനെ വരണം. അപ്പോൾ അവർ വിടൂല്ല, പിള്ളേരെ തരൂല്ല. നീ വൈകിട്ട് വന്ന് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പിള്ളേരെ അവർ തരൂല്ല. പിള്ളേരെന്തോന്നാലും അവർ പിള്ളേരെ തരും. നിങ്ങൾ വിടി, ഞാൻ പിള്ളേരായിട്ട് പോയിട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ഇല്ല, പിള്ളേരെ തരൂല്ല, നീ പോ എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ല, ഞാൻ പിള്ളേരെ പോകില്ല, പിള്ളേരെ കൊണ്ടേ പോകും, പിള്ളേരെ ആരെടുത്താക്കിയിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവർ പിള്ളേരെ തരൂല്ല. പിന്നെ അങ്ങനെ ഒരു ആദ്യം വന്ന ആ മരണഭീതിയൊക്കെ എന്നെ വിട്ട് മാറി. പിന്നെ സ്വപ്പം ഇരുട്ട അവരെന്നെ കൊണ്ട് വീട്ടിലാക്കി, എന്നെയും പിള്ളേരെയും കൊണ്ട് വീട്ടിലാക്കി. എൻ്റെ ആൾ കടയിൽ നിന്ന് വന്നതിനേറ്റം അവരോടൊക്കെ ഇവരെ ഇങ്ങനെ വിടല് എന്നൊക്കെ പറഞ്ഞ് വഴക്കം പറഞ്ഞിട്ട് പോയി. എന്നിട്ട് എനിക്ക് ഉറക്കമില്ല, എനിക്ക് രാത്രിയൊക്കെ ഉറക്കമില്ല. അപ്പോൾ ഈ കാഞ്ഞിരംകുളത്ത് ആശുപത്രിയിൽ പോകും. അപ്പോൾ ഈ ഡോക്ടറോട് ചെന്ന് പറയും എനിക്ക് ഉറക്കമില്ല, ഞാൻ 10-20 ദിവസമായി ഉറങ്ങിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ പോണതിൻ്റെ അന്നൊരു 3 ഗുളിക തന്നെ, ഉറക്ക ഗുളിക. അതൊരു കുപ്പിയിലിട്ട് കാറ്റ് കയറാതെ ഇതുപോലെ പഞ്ഞിയൊക്കെ വച്ച് നന്നായിട്ട് തരും. ഇതിൽ നിങ്ങൾ ഒന്നെടുത്ത് പകുതി കഴിക്കണം, പകുതി പിറ്റാൻ ദിവസം, അങ്ങനെ 3 എണ്ണം തരും. ഇങ്ങനെ ഈ സുഖമില്ലാതാകുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിൻ്റെ അകത്ത് ഞാൻ 40 ഗുളിക ഉണ്ടാക്കി. ഒരു മാസത്തിൻ്റെ അകത്ത് വെച്ച് 40 ഉറക്ക ഗുളിക ഉണ്ടാക്കി. കഴിക്കില്ല, കൊണ്ടുവന്ന് വെച്ചും കൊണ്ടങ്ങനെ എല്ലാവരും കിടന്നുറങ്ങും, ഞാൻ ഇങ്ങനെ ഇരുന്ന് പലതും ചിന്തിച്ച് എടുത്തുമൊക്കെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെയായി ഈ 40 ഉറക്ക ഗുളിക ഉണ്ടാക്കിയല്ല. ഇനി ഈ ലോകത്ത് എൻ്റെ കാലുപാട്ടിൽ കിടക്കണം കുറേ തുണികൾ, പിള്ളേരുടെ തുണി, എൻ്റെ കഴുകാതൊക്കെ കിടക്കണം. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ ചിന്ത, എന്തിന് ഞാൻ ഇനി കിടക്കണം, ഒരു തുണി കഴുകാനെടുക്കാനൊന്നിനും ഒക്കില്ല. എന്നുവെച്ചാൽ മറ്റുള്ളവർ എൻ്റെ ആളിനെ ചുമ്മാ കഴുകി തരും, ചെയ്തും തരും. അവർക്ക് വെളിയിലിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉടനെ വിളിച്ച് പറയും, അവളെന്തൊരു കസേരയിലിരുത്തിരിക്കണം, വീട്ടിനകത്ത് പിടിച്ചടച്ചിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭാര്യയൊക്കെ വഴക്ക് പറയും. അങ്ങേരും ഒന്നും പറയില്ല. മറുത്ത് എങ്കിൽ വയ്യാത്തോണ്ടില്ല കിടക്കണം എന്നൊന്നും പറയില്ല, ഒന്നും പറയാനൊന്നുമില്ല, ഉണ്ടായിരിക്കും. എനിക്ക് കേൾക്കുമ്പോൾ ഞാൻ രോഗിയല്ലേ, അപ്പോൾ ഈ രോഗിക്ക് കേൾക്കുമ്പം അതൊരു ഭാരം. ഇനി എന്തിന് ജീവിക്കണം, ഇനി എന്തിന് ഞാൻ എങ്ങനെയെങ്കിലും വയ്യാലും എൻ്റെ മക്കളെ എന്നെ പറയണം, എൻ്റെ അപ്പുറമായിട്ട് പറയും പിള്ളേർ വളർന്നു വരുമ്പോൾ എന്നൊക്കെ ഉള്ള ചിന്തയുടെ 40 ഉറക്ക ഗുളിക ഉണ്ടാക്കി എനിക്ക് 20, മൂത്താളിന് 10, ഇളയാളിന് 10, ഇങ്ങനെ വച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം അവിടെ വെച്ചിട്ട്, മക്കളെ ഇത് കഴിച്ചാൽ നമുക്ക് സുഖമാവും. അമ്മ വലിക്കും കണ്ട അമ്മയ്ക്ക് വയ്യാത്തണ്ട, അതേപോലെ നിങ്ങളും വയ്യാതാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഗുളിക കഴിക്കാൻ പറയണത് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മക്കൾക്ക് ഇതുപോലെ പറഞ്ഞ്. അപ്പോഴെൻ്റെ മൂത്ത മോൻ ചോദിക്കണം, അമ്മ നമ്മൾ ഈ ഗുളിക കഴിച്ചാൽ നമുക്ക് പിന്നീട് അമ്മയ്ക്കുള്ള താസവും വരില്ലേ? ഞാൻ പറഞ്ഞില്ല, വരില്ല, നമുക്ക് തിന്നാമോ എന്നൊക്കെ അവൻ ഇങ്ങോട്ട് ചോദിക്കണം. അവന് ഇത്തിരി അറിവുണ്ടപ്പോഴും, എന്നുവെച്ചാൽ അവന് 5 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇളയാളിനെ കിട്ടിയത്. അപ്പോഴവന് ഇത്തിരി അറിവുണ്ട്, അവൻ എപ്പോഴും ഇതുപോലെയൊക്കെ ചോദിക്കണം.
എൻ്റെ മനസ്സിൻ്റെ അകത്ത് എൻ്റെ എൻ്റെ പിള്ള ചോദിച്ച വാക്ക് എൻ്റെ കരളിൽ കുത്തി. ഇവൻ ഇങ്ങനെ ഈ വാക്ക് പറഞ്ഞല്ലോ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ച്, എൻ്റെ പച്ച ഉയരിനെ എന്തിന് ഞാൻ കൊല്ലണം? പച്ച ഉയരിനെ എന്തിന് കൊല്ലണം? അതുകൊണ്ട് ഞാൻ ഈ ഗുളിയെടുത്ത് മക്കളെ കുറേ കഴിഞ്ഞിട്ട് തിന്നാം, എനിക്ക് വയ്യ, ഞാൻ അവിടെ കിടക്കണം. ഈ ഗുളിയെടുത്ത് പായയുടെ അടിയിലിട്ടിട്ട് വെള്ളമെടുത്ത് അങ്ങോട്ട് പിന്നീട് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവരോട് പോവുന്നില്ല. അവിടെ ഇരുന്ന് വിളയാടുക കളിക്കുകയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങും. ഇത് തന്നെ അതേ കൊള്ളൂ. അങ്ങനെ ഇരിക്കോട്ട് എൻ്റെ ആൾ 3ൻ്റെ അന്ന് ഞാൻ ഈ ഗുളിയെടുത്ത് ഒരിടത്തോട്ട് വെട്ടി അങ്ങ് മൂടി. തുണികളും കിടക്കണം, എനിക്ക് അന്ന് വയ്യ. പിന്നെ ഒരു തുണി 2 തുണിയൊക്കെ വെച്ച് കഴുകിയിടും, പിള്ളേർക്ക് ഇടാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു. എന്നും അസുഖം തന്നെ, എനിക്കെന്നും അസുഖം, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് കഥ. അങ്ങനെയായിരുന്നു. ഈ ഇളയാളിന് സുഖമല്ല. ഇളയാളിന് സുഖമല്ലെന്ന് വെച്ചാൽ ഒരു വയറ്റ് പെരുക്കം. അവന് മുമ്പ് രാച്ചുഴിയൊക്കെ വന്ന് മെഡിക്കലിലൊക്കെ പോയി അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നു. രാച്ചുഴി വന്ന് അതിൽ നിന്നും രക്ഷപ്പെട്ട്. ഈ വയറ് നീര് കൊണ്ട് നമ്മൾ ഈ കരിങ്കല്ലിൽ പുതുക്കി എത്ര പുതുങ്ങും, അതുപോലെ വയറ് കല്ല് പോലെ ഇരിക്കണം. എനിക്ക് ഭയങ്കര പ്രയാസം. പിന്നെ അന്ന് ഇവരെ വിളിച്ചും കൊണ്ട് എൻ്റെ ഭർത്താവ് എന്നെ അങ്ങോട്ടാക്കി എൻ്റെ അമ്മേരെ വീട്ടിൽ ആക്കി. എൻ്റെ സഹോദരനും എൻ്റെ ഭർത്താവും കൂടെ ഉച്ചക്കട ആശുപത്രിയിൽ ഇവനെ കൊണ്ടുപോയി ഇത് കാണിക്കാൻ. ആരും പറഞ്ഞ് നേരെ മെഡിക്കലിൽ കൊണ്ടുപോകാൻ. അവർക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് മെഡിക്കലിലിട്ട്. അതിൻ്റെ പിറ്റേന്ന് മെഡിക്കലിൽ എൻ്റെ ആളും എൻ്റെ മൂത്ത സഹോദരനായിട്ട് കൊണ്ടുപോയി അവിടെ കാണിച്ചാക്കിൽ അവിടെ അഡ്മിറ്റാക്കി. കാണിക്കാനാണ് പോയത്. ഒരു തുണിയോ ഒന്നും കൊണ്ടുപോയില്ല. പിന്നെ അവരെ ശരീരത്തിടന്ന ഉടുപ്പുരുവി ഇവനാ വരാന്തയിൽ. അപ്പോഴിത് ഇന്നത്തെ പോലത്തെ കെട്ടിടമൊന്നും വന്നില്ല. മെഡിക്കലിൽ കെട്ടിടങ്ങൾ നല്ല കൈവരിയും വരാന്തയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കിടത്തിക്കൊണ്ട് അവരിയ്ക്കണം. എൻ്റെ സഹോദരൻ വീട്ടിൽ വന്ന് എന്നെ കൊണ്ടുപോകാൻ വീട്ടിൽ വന്ന് പറഞ്ഞ് ഇതുപോലെ അവിടെ അഡ്മിറ്റാക്കി പോകണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പെയ്യാക്കിൽ അവിടെ വരാന്തയിൽ വെച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അവരെ ഉടുപ്പിൽ വെച്ച് കിടത്തി അങ്ങനെ ഇരിക്കണം. അടുത്ത് ഞാൻ പെയ്യാക്കിൽ അകത്താക്കി കൊണ്ടുപോയ്യാക്കിൽ എല്ലാവരും പറയണം ഇപ്പോൾ ഒരു കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോയതേ ഉള്ളൂ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവർ പുറത്തിരുന്ന് കരയണൊക്കെ എന്നുവെച്ചാൽ അവർ ആ അവസ്ഥയിലാണ് നമ്മളും. അങ്ങനെ ഒരാൾ കൂടെ ഇരിക്കണവർ ഓരോ കൊച്ചുങ്ങൾ അമ്മമാരെന്ന് പുറമെടുക്കണം, കരയണം. ഞാൻ കൊണ്ടുവച്ചോണ്ട് ഞാൻ അവിടെ കൊണ്ട് കിടത്തിയിട്ട് ദൈവമേ ഇത് കാണാനാണ് ഇതിനാണ് എൻ്റെ അപ്പി കൊണ്ടുവന്നത്. എനിക്കിതൊന്ന് പറയക്കൂ. എൻ്റെ മനസ്സൊരു ചഞ്ചലിപ്പ് തന്നെ. ഞാൻ എൻ്റെ അപ്പി ഇതിനാ കൊണ്ടുവന്നു എന്നൊക്കെ അങ്ങ് പറഞ്ഞ് പൊരുവലിക്കണം. അങ്ങനെയായിരുന്നു. അവിടെ അന്ന് ഇത്തിരി സുഖമായി, വയറൊക്കെ ഇത്തിരി തണിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോഴും ഞാൻ നിൽക്കണത് എൻ്റെ അമ്മേരെ വീട്ടിൽ. അവിടെ നിന്നും കൊണ്ട് ബ്രാലിയിലുള്ള എൻ്റെ അനിയത്തി രക്ഷിക്കപ്പെട്ട് അവൾ ദൈവകൃപയിൽ നിൽക്കണം. അവളെ കല്യാണം കഴിച്ചൊന്നും കൊടുത്തില്ല. അങ്ങനെയൊക്കെ വെച്ചാൽ അവൾ എന്നെ അവിടെ ബ്രാലിയിലുള്ള പള്ളി കൊണ്ടുപോയി. ബ്രാലിയിലുള്ള പള്ളി ഒരു ദിവസം കൊണ്ടുപോയി ഞാൻ ഈ പിള്ളേരെയും അമ്മേരുടെ അടുത്ത് ആക്കിയിട്ട് ഞാനാണ് കൂടെ പോണത്. എനിക്കാണ് വയ്യാത്തത്. അപ്പോഴും എനിക്ക് അസുഖം കുറയുമെന്നാണ് കൊണ്ടുപോകണത്. വയ്യാക്കൽ എൻ്റെ അടുക്ക പറഞ്ഞ് നീ പള്ളിയിൽ വാന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങ് ചെന്ന് ഒരു പാട്ട് തീരാറായാലും എൻ്റെ അനിയത്തി ചുമ്മാ എന്തരപ്പിച്ചും അങ്ങ് ദൈവകൃപയിൽ എനിക്കന്ന് അറിഞ്ഞൂടാ. ദൈവകൃപയിൽ അങ്ങ് ആരാധിച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞ് ആരാധിക്കണം. ഞാൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അപ്പം മരിച്ചിട്ടുണ്ട്, എൻ്റെ അപ്പം അവൾക്ക് കൂടി. ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത് ദൈവമേ എൻ്റെ അപ്പം മരിച്ചത് ഇവൾക്ക് കൂടി ഇതാ എന്തൊക്കെ വിളിച്ച് പറയണം എന്നൊന്ന് അങ്ങനെ മനസ്സെരിഞ്ഞെരിഞ്ഞിരിക്കണം. ആരാണതെന്ന് അവിടുത്തെ പാസ്റ്റർ കൊള്ളച്ച് എനിക്ക് പ്രാർത്ഥിപ്പിച്ച് പാസ്റ്റർ എനിക്കെന്നും പോകണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അപ്പം ഈ പെണ്ണിന് കൂടി. ഇവിടെ കിടന്ന് എന്തോരമൊക്കെ വിളിച്ച് പറഞ്ഞമ്മ അപ്പം കൂടിയതായിരിക്കും. അവരൊക്കെ അത് വിശ്വസിച്ച് ശരിയാണെന്ന്. അവർക്കും അറിഞ്ഞൂടാ, അവർ രക്ഷിക്കപ്പെട്ടതല്ല. ഇവിടെ ഞാൻ ഈ വീട്ടിൽ ചെന്നതുപോലെ പറഞ്ഞ് പെണ്ണ് അവൾ അപ്പം കൂടിയത് തന്നെ
അപ്പം കൂടെ ഉണ്ടായിരുന്നു, എനിക്ക് വയ്യാത്തതുകൊണ്ട് വന്നായിരിക്കും എന്നൊക്കെ ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞ് അങ്ങനെ സന്തോഷിക്കുന്നു. എനിക്കിത് എന്താണ് ഏതാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെ കുറച്ച് ദിവസം പിന്നും അവിടുത്തെ പള്ളി പെയ്യ് ഒന്നാക്കല്ലേ. പിന്നെയാണ് അറിഞ്ഞത് പരിശുദ്ധാത്മാവാണ് എന്നുള്ള രൂപം അറിഞ്ഞത് പിന്നെയാണ്. പിന്നെ അവിടെ അങ്ങായിരുന്നു. അങ്ങനെ പള്ളിയിലൊക്കെ പോവും. പള്ളിയിലൊക്കെ പോയി സ്നാനപ്പെട്ടു. അവിടെ സ്നാനത്തിനൊക്കെ പറയുമ്പോൾ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കയ്യൊയ്ത്തും. ഞാൻ അങ്ങനെ സ്നാനപ്പെട്ട് എന്നിട്ടൊന്ന് പിറ്റന്നാ അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഇനി വരണില്ല. എൻ്റെ ഭർത്താവ് വല്ലപ്പോഴും അങ്ങ് വരും, വല്ലപ്പോഴും ഇഞ്ഞ് വരും. അവിടെ തന്നെ ആയിരുന്നു. അങ്ങനെ എന്നാക്കിൽ ഞാൻ ഒരു ദിവസം ഒരു സന്ധ്യ പ്രാർത്ഥന, വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കൂ, വേറെ ആരും പ്രാർത്ഥിക്കില്ല, അവരാരും തെറ്റിക്ക് വിട്ടാല്ല. അപ്പോൾ സ്വോത്രം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്ക് വായിക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഒരു പാട്ട് പാടുന്നത്, ഒരു പാട്ടിൽ 9 പാട്ടിൽ കൂടെ ചേർത്ത് ഓരകണ്ണി ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകും. അങ്ങനെ പാടി ഒരു പാട്ടിൻ്റെ 2 അടി പാടും മുമ്പ് ഞാൻ പരിശുദ്ധാത്മാവിൽ അങ്ങ് വീട്ടിൽ വെച്ച് അന്യഭാഷ പറയൊക്കെ സ്വോത്രം പറയൊക്കെ ഇങ്ങനെയൊക്കെ എനിക്കങ്ങ് ഭയങ്കര ഒരു സന്തോഷം. അവിടെ വീട്ടിൽ വെച്ച് തന്നെ, എൻ്റെ അമ്മയുടെ വീട്ടിൽ വെച്ച് ഞാൻ ഇങ്ങനെ ഞാൻ ചിന്തിച്ചതുപോലെ എൻ്റെ അമ്മയും അപ്പനും എൻ്റെ അമ്മയും സഹോദരന്മാരും ചിന്തിച്ചതും ഇതുപോലെ അപ്പം കൂടിക്കാണോ അങ്ങനെ എന്നറിഞ്ഞ് അവരും ഇങ്ങനെ ചിന്തിക്കണം. എനിക്ക് ആദ്യത്തിനേക്കാളും ധൈര്യവും അങ്ങ് എപ്പോഴും സ്വോത്രം പറയൊക്കെ എനിക്ക് പിന്നെ എന്നാന്തര് എനിക്ക് ഇവിടെ വരണം. ഇവിടെ വീടൊക്കെ അപ്പോഴും ആറ്റുവെള്ളം കയറിയൊക്കെ പോയി, വീടൊന്നുമില്ല, അങ്ങനെ കിടക്കണം. അപ്പോൾ 2ാമത്തെ വീടാണ്. ആദ്യത്തെ വീട് പോയി, പിന്നെ 2ാമത് ചേട്ടിയ വീട്, അങ്ങനെ മൊത്തം വീട് മാറി ഇങ്ങനെ കിടക്കച്ച്. എനിക്ക് പെട്ടെന്നൊരു ധൈര്യം, ഇനി എൻ്റെ വീട്ടിൽ പോകണം, അവിടെ പോയി എനിക്ക് വസ്തു ഉണ്ടല്ല, അവിടെ പോയി എനിക്കല്ല, എൻ്റെ പേരൊന്നുമല്ല, എൻ്റെ ഭർത്താവിൻ്റെ പേര്, എന്നാലും എനിക്കുള്ളതിന് പോലെ അങ്ങ് ഇനി വന്ന് ഞാൻ വീട്ടിൽ പോകണം, എനിക്ക് മനസ്സിലെണ്ണം വീട്ടിൽ പോകണം. ചെന്ന് ഞാൻ അവിടെ ഒരു വീട് വെച്ച് കെട്ടും അങ്ങ് മനസ്സിൻ്റെ അകത്തൊരു ചുമ്മാ അങ്ങ് പറഞ്ഞുകൊണ്ട് കിടക്കണം. ഞാൻ വീട്ടിൽ ചെല്ലും, ഞാനൊരു വീട് വെച്ച് കെട്ടും, ഞാൻ പള്ളിയിൽ പോവും. പിന്നെ എൻ്റെ അനിയത്തിനോട് പറഞ്ഞു, ഞാൻ ഇനി അവിടെ ചെന്ന് ഒരു വീട് വെച്ച് കെട്ടി ഞാൻ അവിടെ പോകണം, എനിക്ക് ആരെയും വിളിച്ച് അവിടെ പ്രാർത്ഥിക്കാം. ഇവിടെ സമ്മതിച്ചു. എല്ലാത്തിനും അപ്പോഴും ദൈവിക കാര്യത്തിന് പറയുമ്പം അവൾ ഉത്സാഹിക്കും. അങ്ങനെ അവിടെ വീട്ടിൽ അങ്ങ് ചെന്നാക്കിൽ എൻ്റെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു. ഭർത്താവും കൂടെ നിന്ന് ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് ഇവിടെ ഒരു മാടം വെച്ച് കെട്ടാം, നമുക്ക് താമസിക്കാൻ ഒരു മാടം മതി. പിന്നെ 4 വിളയും മണ്ണ് വെട്ടി പൊക്കി നമുക്ക് ഒരു ചെറ്റ വെച്ച് കെട്ടാം. അങ്ങനെ വെച്ച് മണ്ണൊക്കെ വെട്ടിയിട്ട് 2-3 തെങ്ങുണ്ടായിരുന്നു. ഇതിൽ നിന്ന് 1-2 ഓലയൊക്കെ വെട്ടി പറക്കി ഞാൻ ഓലയൊക്കെ വെട്ടി പറക്കിയൊക്കെ ഇട്ട് പിന്നെ വച്ച് കെട്ടിയിട്ട് പിറ്റേന്ന് മക്കളെയും കൊണ്ട് അവിടെ നിന്ന് വന്ന് ഇവിടെ എൻ്റെ അനിയത്തി അന്ന് തന്നെ കുടങ്ങാളയിൽ 4 പേര്, നാലങ്ങാള പള്ളിയിൽ അവരെ കൂട്ടിക്കൊണ്ട് അവിടെ വന്ന് ഒരു പാട്ടുമൊക്കെ പാടി പ്രാർത്ഥിച്ച് ആരാധിച്ച് ഞങ്ങളവിടെ ആക്കിയിട്ട് അവർ പോയി. ഇവിടെ ഇളവി, ഈ ചുറ്റുപാടുള്ളവരിളവി. ബെന്തിക്കോസുകാർ വന്ന്, മൂലോട്ടിടിക്കുന്നവർ വന്ന്, എൻ്റെ ഇവളെന്തൊരു കണ്ട് ഇങ്ങനെ പെയ്യെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശരിക്കും വഴക്ക് പറഞ്ഞ് ഒന്നും മിണ്ടിയില്ല, എല്ലാത്തിനും സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങ് പറഞ്ഞിട്ടും കൂടെ അവൾക്ക് സന്തോഷം നോക്ക് എന്ന് പറഞ്ഞ് ഞാൻ ചിരിച്ച് സ്വോത്രം പറഞ്ഞുകൊണ്ടെന്ന് അവർ എല്ലാവരും ചീത്ത വിളിക്കുകയും കാര്യങ്ങളൊക്കെ നല്ല മനസ്സിലാവേണ്ടൊക്കെ പറയും. പണ്ടൊക്കെ ആണെങ്കിൽ ഇതേപോലത്തെ വാക്യാകുമ്പോൾ എനിക്ക് ഇനി ജീവിതം വേണ്ടാന്ന് പറയും. ഇപ്പം എനിക്ക് ധൈര്യം വന്ന് എന്ത് വന്നാലും ഒന്നുമില്ല, ഞാൻ സ്വോത്രം പറഞ്ഞ് അവിടെ നിന്ന് കിടന്ന് വിശ്രമിച്ച്. അവിടെ മാടം വെച്ച് കെട്ടിയത് ചെറ്റ ഓല തന്നെ, കതവ് ജനലും കതവും എല്ലാം ഒന്ന് തന്നെ, ഒരു മുറി. അങ്ങനെ ആ ചെറ്റയിൽ കുറച്ച് വർഷം കഴിഞ്ഞ് അവിടെ നിന്നുകൊണ്ട് പള്ളിയിൽ പോവും. ഓലത്താനിലുള്ള പള്ളിയിൽ നടന്ന് പോവും. ഇടയ്ക്കിടയ്ക്ക് വയ്യാതെയാവും, ഗുളികയൊക്കെ തിന്നും. മറ്റുള്ളവരോട് പറയില്ല വയ്യെന്ന് പറയുകയില്ല. വയ്യെങ്കിലും മിണ്ടാതെ അങ്ങ് ഓലത്താനിൽ പോവും. ചെന്ന് ഓലത്താനിൽ രാജേമ്പിതാവെന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവരുടെ ഭാര്യ ബായിസോരി. അവർ ഭയങ്കര പ്രാർത്ഥനക്കാരെയാണ്. അവരുടെ വീട്ടിൽ പോവും. അവരുടെ വീട്ടിൽ ചെന്ന് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവർ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ വീട്ടിൽ വരും.
വീട്ടിൽ വരും. വീട്ടിൽ വന്ന് അപ്പോഴും അസുഖമൊന്നും അറിയില്ല. അങ്ങനെ അങ്ങ് കഴിഞ്ഞ് വല്ലപ്പോഴുമൊക്കെ വീട്ടിൽ അവിടെ ആ മാടത്തിൻ്റെ അകത്ത് തന്നെ പ്രാർത്ഥന വയ്ക്കും. 2-3 നേരം കൂടുതൽ ആൾ വരാൻ താമസിക്കില്ല. പള്ളിയിൽ എപ്പോഴും ആളുണ്ട്, എന്നാലും കൂടുതൽ വരണ്ട, കുറച്ച് മതി. അങ്ങനെ അന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥന വയ്ക്കും, പോവും. അങ്ങനെ ഇരുന്ന് നമ്മൾ വിശ്വാസത്തിൽ ഓരോ ദിവസവും അങ്ങ് അടിയുറയ്ക്കാൻ തുടങ്ങി. അവിടെ പ്രസംഗിക്കുമ്പം ഈ ആരാധനയ്ക്ക് നമ്മൾ ഇറങ്ങിയതിന് ശേഷം എൻ്റെ ഭർത്താവിന് ആരും ജോലിക്ക് വിളിക്കില്ല, ഓരോരുത്തരും വിളിക്കില്ല ജോലിക്ക്. ഇവർ വീട്ടിൽ നിന്നുണ്ട്, അവർക്കും ഒന്നും വായിക്കാൻ പാടില്ല, പിള്ളേർക്കും ഒന്നും ഇങ്ങനെ പലതും അവരൊന്ന് സങ്കടം പറയുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് നിരൂപിച്ച്, ഇല്ല ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്നു, ഞാൻ ഇറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കല്ലെടുക്കാൻ പോകും. ഇത് ചുള്ളയൊക്കെ ഉണ്ട്, ചുള്ളയ്ക്ക് കല്ലെടുക്കാൻ പോകും. തന്നെത്താനെ പറക്കി വയ്ക്കണം, തന്നെത്താനെ ഇറക്കി വയ്ക്കണം. അങ്ങനെ ആദ്യമൊക്കെ പോയി 5, 7 ഒക്കെ വെച്ചെടുക്കും. പിന്നീട് പിന്നെ ഞാൻ 10 കല്ല് വെച്ചെടുക്കും. അത്രയും പൈസ ആവും പിന്നെ ആശുപത്രി കൊണ്ടു കൊടുക്കാൻ വയ്യ. പിന്നെ ശ്വാസം വിട്ടാൽ നോക്കില്ല, പിള്ളേർക്കൊന്നും വെച്ച് കൊടുക്കാൻ നോക്കില്ല. അങ്ങനെ ആയി പിന്നെ ഈ കല്ലെടുപ്പെന്നുള്ളത് ഞാൻ പിന്നെ കുറേ കാലം എടുത്തിട്ട് ഈ പിള്ളേരെയും കൂടി ഞാൻ കൊണ്ടുപോയി എൻ്റെ ഭർത്താവും വരും. പിള്ളേർക്ക് 2 കല്ലൊക്കെ എടുത്ത് വെച്ച് കൊടുക്കും. അവർ ഇവിടെ ചുമ്മാലി നോക്കിക്കൊണ്ടിരിക്കണം, വരട്ടെന്ന് പറഞ്ഞ് 2 കല്ലൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത് അവരും അങ്ങനെ കല്ലെടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ വയ്യാത്തതുകൊണ്ട് എൻ്റെ മൂത്ത മകൻ ഇത്തിരി കൂടെ തലയെടുത്ത് അപ്പോഴും പറയും, അമ്മ ഞാൻ കല്ലെടുക്കാൻ പോകും, അമ്മ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വീട്ടിലാക്കിയിട്ട് അവൻ പോകുമായിരുന്നു. ഇളയാളും കൂടെ ഇത്തിരി പരിവായാക്കൽ ഇളയാളും പോകുമായിരുന്നു. പഠിക്കാൻ പോകണമെങ്കിലും ചെന്ന് രാവിലെയാണ് അവിടെ കല്ലെടുപ്പ്. 6 മണിക്ക് തുടങ്ങും. 6 മണിക്ക് തുടങ്ങി 7 മണി വരെയൊക്കെ എടുത്തിട്ട് 7-8 മണി വരെ എടുത്തിട്ട് അവർ കൊണ്ടുവേണം പൈസയ്ക്ക് പിന്നെ ഗോതമ്പ് എല്ലാമൊക്കെ വാങ്ങിച്ച് പൊടിച്ച് വെച്ചിരുന്ന് ഇവർക്ക് ആഹാരം അതാത് സമയത്തിന് ഉണ്ടാക്കി കൊടുക്കും. കൂടുതലും ഗോതമ്പ് തന്നെ അപ്പോഴും, വേറെ അരിയൊന്നും അങ്ങനെ, അരിയൊക്കെ ഭയങ്കര വിലയാണ്. അങ്ങനെ സന്തോഷത്തോടെ പോയി. അങ്ങനെ ഇരിക്കോട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഞാൻ പിന്നെ ഓല ഉടയൊക്കെ പോകും. കല്ലെടുക്കാൻ പറ്റില്ല, കല്ലില്ല എടുത്തുവിടാ, ഓല ഉടയല്ല, വീട്ടിലവിടെ ആളുകൾ കൊണ്ടിട്ട് തരും. അവിടെ കൂട്ടുള്ള വീടെല്ലാം ഓല കെട്ടിയ വീടായിരുന്നു. ഇപ്പോൾ എല്ലായിടം തറസായി, അപ്പോഴും ഓല കെട്ടിയ വീടായി. ഓല കെട്ട വീടാണ്. അപ്പോഴവർ ഞാൻ മുടയനോട് കൊണ്ടൊക്കെ ഇട്ട് തരും. എല്ലാം അപ്പുറമുള്ള അവിടെ ഏകദേശം ചുറ്റുപാടുള്ള എല്ലാ വീട്ടിലും ഞാൻ മുടഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോവില്ല, കൊച്ചു പിള്ളേർക്ക് പാവം ഇട്ടിട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടിട്ട് തരും. അല്ലെങ്കിൽ എൻ്റെ ആളെ ഒന്ന് വാരിക്കൊണ്ട് വരും. അങ്ങനെ രാവിലെയും വൈകിട്ടും ഒക്കെ എപ്പോഴും ഒക്കെ മുടഞ്ഞ് അവരൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ആയി പിന്നെ അവിടെയൊക്കെ ഇല്ലാതാകുമ്പോൾ ഞാൻ വേറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദൂരെ മാറിപ്പോവും. അപ്പോൾ ഇളയാളിനെ കൂടെ കൊണ്ടുപോകും, ഒരാളിനെ കൂടെ കൊണ്ടുപോകും. പള്ളിക്കുടത്തുള്ളപ്പം പള്ളിക്കുടത്ത് വിട്ടിട്ട് പോകും. പള്ളിക്കുടത്ത് വിട്ടിട്ടേ പോവും. പിന്നെ ഒരിക്കലൊക്കെ വിട്ടിട്ട് പോകും. അടുത്ത് അവർ വരുമ്പോൾ ഞാനും എത്തും. ഈ ഒറ്റയ്ക്ക് പോണ സ്ഥലത്ത് എനിക്ക് പ്രസംഗിക്കാനും പാടാനും സാക്ഷ്യം പറയാനും ഒക്കെ ഭയങ്കര വേറെ ആരുമില്ല. ഞാൻ അവിടെ ഓല കൊണ്ടിട്ട് എന്നിട്ട് ഉടമസ്ഥ അങ്ങ് പോകും. അവിടെ ഈ മരങ്ങളിലൂടെയൊക്കെയാണ് എൻ്റെ പ്രസംഗവും പാട്ടും. ദൈവവചനം ഞായറാഴ്ച കേൾക്കണത് മനസ്സങ്ങ് ഹൃദയത്തിൻ്റെ അകത്ത് ഇട്ടിരിക്കും. അതിനവിടെ ഇരുന്നുകൊണ്ട് ആദ്യത്തെ പാട്ട് പാടും, പിന്നെ പ്രാർത്ഥിക്കും. ഇങ്ങനെ ഉടയും ചെയ്യും. ഞാൻ ഇതെല്ലാം അങ്ങ് പ്രവർത്തിക്കും. അവിടെ നിന്നുകൊണ്ട് എൻ്റെ അനുഭവ സാക്ഷികളൊക്കെ ഞാൻ ഈ മരങ്ങളോടൊക്കെ പറയും. അനുഭവിക്കുന്നതും ഓരോ ദിവസമുള്ളത് അനുഭവിക്കുന്നതൊക്കെ ഈ മരങ്ങളോടൊക്കെ ഞാൻ ഈ സാക്ഷി അങ്ങ് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പിന്നെ വയ്യ, പിന്നെ ഇങ്ങനെ പല ദിവസവും ഇങ്ങനെ അസുഖങ്ങൾ തന്നെ. അങ്ങനെ ആയി പിന്നെ അടുത്തൂടെയൊക്കെ മുടയും. പിന്നെ നല്ലപോലെ പോകുമായിരുന്നു. അങ്ങനെയായിരുന്നു. ഞാൻ എൻ്റെ മൂത്തവൻ 10 ക്ലാസ് പഠിച്ച് 10 പഠിച്ച്, പക്ഷേ 10ൽ അവൻ തോറ്റിട്ട് അവനെ കൊണ്ട് ട്യൂട്ടോറിലാക്കിയിട്ട് ട്യൂട്ടോറിൽ പോവുകയും ചെയ്യും, കല്ലെടുക്കാൻ പോകും. ഇങ്ങനെ കഴിഞ്ഞ് അങ്ങനെ അവൻ്റെ കാലിൽ പെട്ടെന്ന് ഒരു നീര് വന്ന് വെച്ചാൽ ഈ വലിയ ആമ പോലെ ഇരിക്കണം കാല്. അത്രയ്ക്ക് കാലങ്ങ് നീര് കയറി, ഉടുക്കാൻ പറ്റില്ല, വസ്ത്രമൊന്നും ഇടാൻ പറ്റില്ല, പാൻറ് ഇടാൻ നോക്കില്ല, അത്രയ്ക്ക് നീര്. അങ്ങനെ എൻ്റെ അമ്മാവിയാര മുണ്ട് മായിച്ചു കൊടുത്തും കൊണ്ട് ഇവിടെ ഉള്ള എൻ്റെ ആളിനുള്ള മുണ്ട് അവന് അത്ര ശരിയാവില്ല. അവരേക്ക് ഒറ്റ മുണ്ടുണ്ട്. അവരോട് ഒരു ഒറ്റ മുണ്ട് മായിച്ചു കൊടുത്ത് ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി. ഒരു ഞായറാഴ്ച ദിവസം എനിക്ക് പള്ളിയിൽ പോകണം, ഇവനെ കൊണ്ടുപോകാതെ ഇരിക്കാനും പറ്റില്ല, ഇവനെ ഇട്ടിട്ട് പോകാനും പറ്റില്ല. ഇങ്ങനെ ഞാൻ അങ്ങ് പോകണം. ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ
പെട്ടെന്നൊരു ചിന്ത വന്നു, അവരോട് ഒരു തുണി ചോദിച്ചു നോക്കാം. അവർ ഒരു ഒറ്റ മുണ്ട് തന്നു. ഇതിനെ ഉടുത്ത് ഇവന് ഈ കാലിത്രയും വയ്യ, അതൊക്കെ അത് തറയിൽ ഊന്നാൻ വയ്യ, വല്ല ചതി ഒന്നും ഇരുന്നും കൂടെ റോട്ടിലെത്തി. പിന്നെ റോട്ടിൽ നിന്ന് ബസ് കയറി. പിന്നെ എത്തുപോരെന്ന് വരെ നടന്നാൽ മതി. പള്ളിയിൽ നിന്ന് ഇറങ്ങി, ബസ്സിൽ നിന്ന് ഇറങ്ങി പള്ളിയിൽ പോവാൻ. അങ്ങനെ പള്ളിയിൽ പോയി അപ്പോഴാരാണ് തുടങ്ങിക്കൊണ്ടിരിക്കണം. ആദ്യത്തെ പാട്ടൊക്കെ തീർന്നു. ഇവന് പിറക്കെ ഇരുത്തിരിക്കണം. എല്ലാവരും തിരിഞ്ഞില്ല നോക്കണം എന്തെന്ന്. ഇവന് വയ്യ, അതുകൊണ്ട് ഇവനെ കൊണ്ട് കസേരയിലിരിക്കണം, അല്ലെങ്കിൽ കസേരയിലിരിക്കില്ല. കസേരയിലിരുത്തിരിക്കണം, മുണ്ട് കൊടുത്തിരിക്കണം. എന്തെന്നൊക്കെ ആളുകൾ കേട്ടാണ് സുഖമല്ല, കാല് വയ്യ എന്നൊക്കെ പറഞ്ഞു. ആരാധന തീർന്നിട്ട് വാസ് വന്ന് അപ്പോഴന്നിരുന്നത് ഓലത്താനയിൽ ജോൺസൺ വാസ്. ഇപ്പോഴൊരു നമ്പ്യാരി പള്ളിയിലാണ് ഇരിക്കുന്നത്. പിന്നെ അപ്പോഴും വാസു ചോദിച്ച് ഇവൻ എന്ത് ചെയ്തെന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞു, വാസ് ഇതുപോലെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് എന്തെന്ന് അറിഞ്ഞോണ്ട, എവിടെ കൊണ്ടുപോകാൻ, എന്തൊരു ചെയ്യാം. വാസു അങ്ങനെ പലതും ചിന്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പലതും ചിന്തിച്ചിട്ട്, നിങ്ങൾ പേടിക്കണ്ട, ഒന്നുമില്ല, അവനൊന്നുമില്ല, അതങ്ങ് മാറും. നിങ്ങൾ ധൈര്യത്തോടെ ഈ ഇവിടെ ഓലത്താനിലുള്ള ആശുപത്രി കൊണ്ട് കാണിക്കും, ഞാൻ പിന്നീട് അങ്ങ് വരാം, നിങ്ങൾ ആദ്യം കൊണ്ടുപോയി എന്ന്. ഞായറാഴ്ചയാണ്. അതുകൊണ്ട് വാസു പറഞ്ഞ് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു. ഇപ്പോഴൊക്കെ അല്ലേ എനിക്ക് മനസ്സിലാവണം, പ്രസംഗിച്ചിട്ട് ഉടനെ ഒരു യാത്ര പോകണമെന്ന് പറയുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടിയാണ്. അതുകൊണ്ട് അപ്പോഴും വാസ് ഇതുപോലെ പറഞ്ഞ് പിന്നെ ഞാൻ വരാം, നിങ്ങൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് എനിക്ക് വാസ് തന്നെ ആശുപത്രി കൊടുക്കേണ്ട പൈസയും തന്ന് എന്നെ വിട്ട്. ഞാൻ ഇവനെയും കൊണ്ട് അങ്ങ് ആശുപത്രി പോയി. ഡോക്ടറെ കാണിച്ച് കുഴപ്പമില്ല നമുക്ക് പറഞ്ഞ് മരുന്ന് 2 ഐറ്റം മരുന്ന്, ഒന്ന് കാലിൽ തൊട്ട് തേച്ച് കൊടുക്കുക, ഒന്ന് ചൂടുവെള്ളത്തിൽ വീഴ്ത്തി കഴുകാൻ, പിന്നെ 2 ഗുളികയും തന്നു. ഇത്രയും നിങ്ങൾ കഴിച്ചിട്ട് ഇത്ര മരുന്ന് ഇത്രയും കഴിച്ച് ഗുളികയും തിന്നുമ്പോൾ ഇവന് അസുഖം കുറയും എന്ന് പറഞ്ഞ് വിട്ടയച്ച് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പള്ളിയിൽ തന്നെ പിന്നെ വന്ന് അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് പതുക്കെയാണ് പിന്നെ വീട്ടിൽ വന്നു. സമാധാനപ്പെടുത്തിയൊക്കെ വിട്ടു, കുഴപ്പമില്ല എന്നൊക്കെ. വീട്ടിൽ വന്നു. പിന്നെ രാത്രി വാസ് വന്ന്. അങ്ങനെ ഒരു 3 നേരത്തെ മരുന്ന്, ഈ 2 നേരം മരുന്ന്. അപ്പോഴേ ഇവൻ്റെ കാലൊക്കെ നിറഞ്ഞിരിക്കണം, കുരു പിടിച്ചതുപോലെ ഇരിക്കണം. ചൂടുവെള്ളമായിട്ട് കഴുകി മരുന്നിട്ടൊക്കെ കഴുകി പിന്നെ മരുന്നൊക്കെ തൊട്ട് വയ്ക്കും. അപ്പോഴൊക്കെ ചോദിക്കും, അമ്മയ്ക്ക് രോഗം വരില്ല, അമ്മ കൈ കൊണ്ടൊക്കെ തൊടണമാണ്, അമ്മയ്ക്ക് വരില്ല എന്നൊക്കെ അങ്ങ് അവൻ്റെ അയ്യഭാവം കൊണ്ടൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞില്ല, ഒന്നും ചെയ്യില്ല, അതങ്ങ് പോകും എന്ന് പറഞ്ഞ് അങ്ങനെ മരുന്നിട്ട് കൊടുത്ത് സുഖമായി. പിന്നെ കുറഞ്ഞു. ഇപ്പോഴാളുകൾ ഈ കാണുന്നവരൊക്കെ പറയും ഇത് സുത്തരം ചെയ്തതാണ് എന്നാണ്. യേശു അറിയണം, സകലം അറിയണം യേശു അല്ല എനിക്കെന്തരെന്ന് പറഞ്ഞാണ് ഞാൻ കൈയെടുത്ത് കാണിച്ചു കൊടുക്കും. എന്നിട്ടും അതങ്ങ് സുഖമായി. പിന്നെ ഇവനെ വചനം പഠിക്കാൻ വിടണം. ഇനി ഇവനെ മേലോട്ടുള്ള പഠിത്തം വേണ്ട, അങ്ങ് പിന്നെ അവന് പഠിക്കാൻ മനസ്സുമില്ല, വേണ്ട. അങ്ങനെ അതും ഈ വചനം പഠിക്കുന്നതിലൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പള്ളിയിലൊക്കെ ഞാൻ ഇവരെ സ്കൂളിൽ വിട്ടിട്ട് പോകുമ്പോഴേ അവിടെ പ്രസംഗിക്കണമൊക്കെ ഞാൻ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ആർത്തി പോലെ, എൻ്റെ മക്കളെ ഞാൻ ഇങ്ങനെ വിട്ട് അവർ പ്രസംഗിക്കണേ എനിക്ക് കാണാൻ ഒത്തെങ്കിൽ, എനിക്ക് കേൾക്കാൻ ഒത്തെങ്കിൽ, ഇതൊക്കെ അങ്ങ് മനസ്സിൽ ചിന്ത. ഞാൻ ഇത് മനസ്സിലൊക്കെ വച്ചിരുന്നു. എനിക്ക് വയ്യ അസുഖങ്ങൾ കൂടുമ്പോൾ ഞാൻ പാസ്റ്റോട് പറയും, പാസ്റ്റർ എൻ്റെ 2 പേരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പാസ്റ്റർ ഒന്ന് എവിടെയെങ്കിലും വിട്ട് പഠിപ്പിച്ച് ഇവരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പാസ്റ്റർ ഒന്ന് അയക്കണേ പാസ്റ്റർ, എവിടെയെങ്കിലുമൊക്കെ വിട്ട് പഠിപ്പിച്ച് ആരെങ്കിലുമൊക്കെ ദൈവം തരും പാസ്റ്റർ, ആരെങ്കിലും കൊള്ളുവിച്ച് എന്നൊക്കെ പറഞ്ഞ് പാസ്റ്റോട് ഇങ്ങനെ ഗുണദശ പാസ്റ്റർക്ക് ഇന്നും ആണെങ്കിൽ അത് പറയും. പാസ്റ്റർ ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഇവന് സുഖമായി എല്ലാം ചെയ്ത് പിന്നെ അവനെ പഠിക്കാൻ വിട്ടു. അവൻ 3 വർഷം അവിടെ നിന്ന് പഠിച്ച് അവൻ്റെ കല്യാണവും നടന്ന് എല്ലാ അതിലൊക്കെ അങ്ങ് ദൈവം അവനെ സന്തോഷത്തോടെ ദൈവം അവനെ നടത്തി. അവനൊരു കുഞ്ഞ് കിട്ടിയത്, അത് ഒരു ആൺകുഞ്ഞ് ആദ്യം കിട്ടിയത്, അതിനൊരു 7 വയസ്സായാൽ അത് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് ഇപ്പം 3 കുഞ്ഞുങ്ങളുണ്ട്. ഇളയ കൊച്ചിന് പിന്നും മൂത്ത കൊച്ചിന് വന്നതുപോലത്തെ അസുഖം. അങ്ങനെ അവർ ഭാരപ്പെടുന്നു. എന്നാലും ദൈവകൃപയിൽ ദൈവം ഇതുവരെ അവരെ നടക്കുന്നു. ഇളയ മോനും അവൻ്റെ കല്യാണം കഴിഞ്ഞ് അവർക്ക് 2 പിള്ളേരുണ്ട്. അവർ ഇളയ മോനും
ഞാനും അവരെ കുടുംബം, അവർ 2 മക്കൾ, ഒരാണും ഒരു പെണ്ണുമുണ്ട്. മൂത്ത മോന് 3 പെൺപിള്ളേർ. അങ്ങനെ 5 കൊച്ചുമക്കളും ദൈവം എനിക്ക് തന്ന് എല്ലാവരും സന്തോഷത്തോടെ. എൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് സുഖമില്ലാതാകും, എന്നെ മെഡിക്കലെല്ലാം കുഞ്ഞൊക്കെ കൊണ്ടുപോകും. ഒരു പ്രാവശ്യം എനിക്ക് സുഖമില്ലാതായത്, എനിക്ക് മനസ്സിന് ഭാരം വരുത്താൻ പാടില്ല. അതാണ് ഏറ്റവും രോഗത്തിൻ്റെ ലക്ഷണം. ചിലപ്പോഴങ്ങ് പെട്ടെന്ന് മനസ്സിന് അങ്ങ് ഭാരം വരും, പെട്ടെന്ന് ഒരു ഇത് തോന്നും. ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ ഇന്ന് മനസ്സിൻ്റെ അതിരുന്ന് രാവിലെ ചിന്തിക്കണേ രാത്രി രോഗി തന്നെ. അങ്ങനെ ഉറക്കവുമില്ല, അങ്ങനെയൊക്കെ കിടന്ന് ഭാരപ്പെടും. അങ്ങനെ ആയിരുന്നു. 2 പേരും ഇപ്പം സന്തോഷത്തോടെ അവരുടെ വീട്ടിൽ, ഇളയ മോനും ഞാനും ഒക്കെ ഒരിടത്താണ് കുടുംബ വീട്ടിൽ. അങ്ങനെ കുടുംബ വീട്ടിൽ താമസിക്കുന്നു. പിന്നെ ഈ ഇടയ്ക്ക് ഇതുപോലെ സുഖമില്ലാതെ ഈ മെഡിക്കലയിൽ 3 ദിവസം, നേരത്തെങ്കിലും 3 ദിവസം, ഇങ്ങനെയൊക്കെ 2-3 സ്റ്റെപ്പ് അടിക്കടി 2 മാസം പിന്നെ നിർത്തി വെച്ച് മെഡിക്കലയിൽ 2-3 പ്രാവശ്യം പോകേണ്ടി വന്നു. നേരത്തെങ്കിലും 2-3 പ്രാവശ്യം അങ്ങനെ കിടക്കും, വീട്ടിൽ വരും, പിന്നെ അങ്ങനെ എന്നാലിപ്പം കുറച്ച് ദിവസം കൊണ്ട് സുഖമുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം എക്സ്റേ എടുത്തൊക്കെ കൊണ്ട് കാണിച്ച്, മെഡിക്കലയിലുള്ള മരുന്നാണ് ഇപ്പം കഴിക്കുന്നത്. മെഡിക്കലയിൽ അങ്ങനെ കൊണ്ടുപോയി ഒരു എക്സ്റേ എടുത്തൊക്കെ കൊണ്ട് കാണിച്ചാക്കലും ഇതിലൊരു മുഴ കാണുന്നല്ലോ എന്ന് പറഞ്ഞ്, എന്നിട്ട് നിന്നെ നോക്കിയിട്ട് പറഞ്ഞ്, അമ്മച്ചി തൊണ്ടയിൽ മുഴ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് വേറെ റൂമിൽ കാണിക്കാൻ പറഞ്ഞ് അവിടെ കാണിച്ച് അങ്ങനെ 2-3 ദിവസം കൊണ്ടുപോയിട്ട് പിന്നെ ഒരു ദിവസം കൊണ്ടുപോയാൽ അത് കുത്തി പരിശോധന ചെയ്യണം എന്ന് പറഞ്ഞു. അത് 2 മാസം കഴിഞ്ഞിട്ടേ പിന്നെ കൊണ്ടുവരാൻ നോക്കും. അങ്ങനെയായിരുന്നു. ഒരു മാസം കുറച്ച് ദിവസം കഴിഞ്ഞാൽ അടുത്ത് പിള്ളേർക്ക് പള്ളിക്കൂടം അവധിയല്ലേ, ഈ പള്ളിക്കൂടം അവധിയിൽ കൊണ്ടുപോവാം, നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞും കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കാരക്കുണത്ത് കൊണ്ടുപോയി. അവിടെ ഒരു ദിവസം പോയി, പിറ്റാൻ ദിവസം പോയി, പിന്നെ അങ്ങനെ ഇതിന് വേണ്ടി അങ്ങ് പോയി. ഒരു ദിവസം ചെന്ന് കുത്തി പരിശോധന നടത്തി. കുത്തി പരിശോധന കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടായി. അതും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പിന്നെ ഓപ്പറേഷൻ ചെയ്യണം, തൈറോയിഡിൻ്റെ ഗന്ധിയിലാണ് ഇങ്ങനെ അസുഖമായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മോൻ്റെ അടി ഇതൊക്കെ പറയണേ. ഞാൻ ഇതുപോലെ അടുത്തിരിക്കണം. എൻ്റെ മോൻ ചോദിച്ച്, ഡോക്ടറെ എത്ര സമയമൊക്കെ ഇത് വേണ്ടി വരും? വലിയ ഓപ്പറേഷന് വലുതൊന്നും പറയാനില്ല, ചെറുതൊന്നും പറയാനില്ല, 2.5 മണിക്കൂർ വരെ വേണം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്തെണ്ണം യേശു തൊട്ടവരും സൗഖ്യമായി, ഞാൻ എന്തിന് ഇവിടെ കിടന്ന് ആവലപ്പെടണം എന്നൊക്കെ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഇതൊക്കെ അങ്ങ് പറഞ്ഞിരിക്കണം. ഓരോ കാര്യം ചോദിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഇതൊക്കെ അങ്ങ് പറയേക്കാൻ തന്നെ, ഇത് കുഴപ്പമില്ല എന്നൊക്കെ എൻ്റെ മനസ്സിൻ്റെ അകത്ത്. അതിനുശേഷം ഇതുവരെയും അങ്ങോട്ട് പോയുമില്ല. ദൈവം എനിക്ക് സുഖം തരും. ആ കല്ല് പോലെ ഇരുന്നത് ഇപ്പോഴും ഒരുമാതിരി ആ കല്ല് പോലത്തെ മാറിയിട്ട് ചിലപ്പോൾ ഒരു വീങ്ങിയത് പോലെ ഇരിക്കും, ചിലപ്പോൾ അങ്ങ് മാറും, ചിലപ്പോൾ ഒട്ടും കാണില്ല. അങ്ങനെ എന്തായാലും എൻ്റെ ദൈവം എനിക്ക് സുഖവും ബലവും ആരോഗ്യം തന്നു ഇത്രത്തോളം എന്നെ നടത്തി. ഇനി അടുത്ത് എന്തരായാലും ദൈവം അറിയാത്ത ഒന്നും എനിക്ക് വേണ്ട, ദൈവത്തെ കൂടാതെ ഒന്നുമില്ല. ഓരോ ദിവസവും എന്നെ ദൈവം നടത്തുന്നു, ഓരോ ദിവസവും എനിക്ക് വേണ്ടി ദൈവം കരുതുന്നു. എൻ്റെ ദൈവം വലിയവൻ. എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. 2 മക്കളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിട്ട്, ഇളയാളിനെ പുനരൂരോട് പഠിപ്പിച്ച്, മൂത്തവനെ റാന്നിയിലോട്ട് പഠിപ്പിച്ച് കർത്താവിൻ്റെ വേലയിൽ 2 പേരും ആയിരിക്കണം. കൊച്ചുമക്കളും എല്ലാവരും സന്തോഷത്തോടെ ഇതുവരെയും. പെട്ടെന്നൊക്കെ രോഗങ്ങൾ വന്നാലും എൻ്റെ ദൈവം അതിനെല്ലാം മാറ്റം തന്ന ദൈവം ഇതുവരെ നിർത്തി. ദൈവത്തിന് സ്തോത്രം. പിന്നെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെയും കർത്താവിന് വേണ്ടി നിലനിൽക്കാൻ ഈ കേട്ട സാക്ഷ്യ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരാൻ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. മാതാവിനെ ഓർത്തും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.